What is your comfort food? ചോറ്, ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കോല്, ചെമ്മീൻ അല്ലെങ്കിൽ ഉണക്കമീൻ. പിന്നെ ആ ചോറിലേക്ക് മാങ്ങാച്ചാറ്, പപ്പടം, ഒരു ഫിഷ് ഫ്രൈ. ഒരു പ്ലേറ്റ് കൂടി എടുക്കാം. അതാണ് എൻ്റെ ഏറ്റവും കംഫർട്ട് ഫുഡ്. ഉണ്ടാക്കി നോക്കിയാലോ? ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മുരിങ്ങക്കായ്, മാങ്ങ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പ്, ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാതെ തന്നെ അതിലേക്ക് ചെമ്മിടുക. ഞാനിപ്പോൾ 1 കിലോ ചെമ്മിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കി ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ നിൽക്കണ പോലെ വെള്ളം ഒഴിച്ചാൽ മതി. അധികം കൂടുതലായിട്ട് ഒഴിക്കണ്ട, അപ്പം കറി നല്ല ലൂസായി പോവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇത് കൊടംപുളി ഇട്ട് വെച്ച വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം കൊടംപുളിയും ഒക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് പൂട്ടി വെക്കാം. അപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു അരപ്പുണ്ടാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇടുക. ഇതിപ്പോൾ ഞാനൊരു ഫുൾ തേങ്ങ തന്നെ എടുത്തിന് കേട്ടോ. നല്ലോണം തേങ്ങ ഉണ്ടാവുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റും പിന്നെ ഒരു നല്ല കുറുകിയ ഫീലും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, കറിവേപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 3 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്. മുളക് പൊടിയൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. ഇവിടെ ആർക്കും അങ്ങനെ എരിവ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചിടുന്നത്. ഇതിപ്പം ഒരു പാകമായിട്ടുള്ളൊരു എരിവാണ്, നല്ല കുറവുമല്ല എന്നാൽ നല്ല കൂടുതലും അല്ലാത്തൊരു എരിവാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇടാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ വെന്തണോ നോക്കിയിട്ട് അത് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ അരപ്പ് ഒഴിക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നല്ലോണം തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഓഫാക്കുക. ഈ നേരം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എനിക്ക് ഉപ്പ് കുറവേനി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവുണ്ടാക്കാനായിട്ട് ചുവന്നുള്ളി, കറിവേപ്പ്, ഉണക്കമുളക് വേണം നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഉണക്കമുളക് ചേർത്തത്. ഇത് 3 ഇട്ടിട്ട് വറവിടുക. എന്നിട്ട് വറവിട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കണ്ട. അതൊന്നൊരു 10 മിനിറ്റ് വറവിട്ട് അപ്പം തന്നെ 10 മിനിറ്റ്. ഇതിപ്പോൾ ഏതൊരു കറിയാണെങ്കിലും നമ്മൾ വറവിട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇളക്കാതെ ഒരു 10 മിനിറ്റ് പൂട്ടി വെച്ചാൽ ആ ഫ്ലേവർ മൊത്തത്തിൽ ഒരു ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇളക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇത് കറി റെഡിയായിന്. ഈ കറി ഇപ്പോൾ കൂട്ടുന്നതിനെക്കാട്ടിയും ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഉച്ചക്കാണ് ഉണ്ടാക്കിയത്. ഇത് ഇനി രാത്രിയൊക്കെ നമ്മൾ രാത്രി കൂട്ടുമ്പോഴത്തേനത് ഇതിനേക്കാളും ഒന്നും പാടിയും ടേസ്റ്റ് കൂടിയിനി കേട്ടോ. അപ്പം ഇത് വെച്ചേച്ച് കൂട്ടുമ്പോഴാണ് ഒന്നും പാടി ടേസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം.